ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റിലുമുള്ളവരിൽ കുറച്ച് പേർ നമുക്ക് രക്തബന്ധം ഉള്ളവരാണ്. ചിലർ നമ്മുടെ ബന്ധുക്കളാണ്, ചിലർ നമ്മുടെ സുഹൃത്തുക്കളാണ്, ചിലർ നമ്മുടെ പരിചയക്കാരാണ്, ചിലർ നമ്മുടെ ആത്മമിത്രങ്ങളാണ്. ഇവരോടൊക്കെ നമുക്ക് ഒരേപോലെ അല്ല ഇഷ്ടം തോന്നുക, അടുപ്പം തോന്നുക, വ്യത്യാസങ്ങളുണ്ടാകാം. നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇവരെ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണം, സ്നേഹിക്കണം. ഇഷ്ടം നമ്മുടെ വികാരമാണ്, വ്യതിയാനങ്ങളുണ്ടാകാം. പക്ഷേ സ്നേഹം മനോഭാവമാകുമ്പോൾ അത് ഒരുപോലെ എല്ലാവർക്കും കൊടുക്കണം. കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയും അതുതന്നെയാണ്. അവിടത്തേക്കും ഇഷ്ടമുള്ളവരും അടുപ്പമുള്ളവരുമൊക്കെ ഉണ്ടായിരുന്നു. ലാസറും മർത്തായും മറിയവും അങ്ങനെ ശിഷ്യന്മാരും പലരും. പക്ഷേ എല്ലാവർക്കും ശത്രുക്കളെപ്പോലും അവിടുന്ന് സ്നേഹിച്ചു. എല്ലാവർക്കും ഒരേപോലെ പരിഗണന നൽകി. സ്വർഗരാജ്യത്തിൽ എല്ലാവർക്കും തുല്യ അവകാശം. നമ്മുടെ ജീവിതത്തിലും അതുതന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ആരോടെങ്കിലും നമ്മൾ വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ, പരിഗണിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ കാണിച്ചാൽ നമ്മൾ പക്ഷാഭേദം കാണിക്കുന്നവരാകും. നമ്മളോട് അടുപ്പമുള്ളവർക്ക് കൂടുതൽ പരിഗണനയും അടുപ്പം കുറഞ്ഞവർക്ക് കുറച്ച് പരിഗണനയും കൊടുക്കുമ്പോൾ നമ്മൾ പക്ഷാഭേദം കാണിക്കുന്ന, പാപം ചെയ്യുന്നവരായി മാറുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ, ഒരുപോലെ ശുശ്രൂഷിക്കാൻ ഇടയാകട്ടെ. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.